നമസ്കാരം. ഞാൻ ബാബു എൻ ജോസഫ്. എൻ്റെ പെൻഷനേഴ്സ് ഡയറി എന്നുള്ള യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത സെക്രട്ടറി സ്റ്റാഫിൻ്റെ പേയെ പറ്റി തന്നെയാണ്. എങ്ങനെയാണ് ഓരോ പേ കമ്മീഷൻ എന്ന് പറയുന്ന ഈ മഹാബലികൾ ടെക്നിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെ ടെക്നിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെ ഹെഡ്സിനെ എങ്ങനെയാണ് പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തി എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ഡിസ്കഷൻ്റെ ടോപ്പിക്ക്. അതായത് 2005 വരെ ഈ ടെക്നിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെ ഹെഡ്സിന് എല്ലാം സ്കെയിൽ ഓഫ് പേ അഡീഷണൽ സെക്രട്ടറിയെക്കാട്ടിലും കൂടിയ സ്കെയിൽ ഓഫ് പേ ആയിരുന്നു. അത് സ്പെഷ്യൽ സെക്രട്ടറി എന്ന പോസ്റ്റേ ഇല്ല. അതായത് 14,300 18,300 എന്ന സ്കെയിൽ ഓഫ് പേ ആയിരുന്നു ഈ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ്സ്. ടെക്നിക്കൽ വകുപ്പുകളുടെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെ സ്കെയിൽ ഓഫ് പേ 14,300 18,300. അപ്പോൾ അഡീഷണൽ സെക്രട്ടറിയുടെ സ്കെയിൽ ഓഫ് പേ 14,000 18,000 മാത്രമായിരുന്നു. അന്ന് തലപ്പൊക്കം ഗവൺമെൻറ് കൂടുതൽ കൊടുത്തിരുന്നത് ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ്സിലായിരുന്നു. ടെക്നിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെ ഹെഡ്സിനായിരുന്നു തലപ്പൊക്കം കൂടുതൽ കൊടുത്തിരുന്നത്. കാരണം അവരുടെ ബേസിക് എൻട്രി ക്വാളിഫിക്കേഷൻ, അവരുടെ റെസ്പോൺസിബിലിറ്റീസ്, അവരുടെ പവേഴ്സ്, അവരുടെ ടോട്ടൽ ഇയേഴ്സ് ഓഫ് ഗസറ്റഡ് സർവീസ്, ഇതെല്ലാം നോക്കിയാൽ അഡീഷണൽ സെക്രട്ടറിയെക്കാട്ടിലും വളരെ മുകളിലായിരുന്നു അവർ നിന്നിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ഉയർന്ന സ്കെയിൽ ഓഫ് പേ കൊടുത്തിരുന്നത്. പക്ഷേ 8ാമത്തെ പേ കമ്മീഷൻ 2005 ഈ രണ്ട് സ്കെയിലുകളും ഈക്വലൈസ് ചെയ്തു. രണ്ടും ഈക്വലൈസ് ചെയ്ത് 25,400 33,100 എന്ന സ്കെയിൽ ഓഫ് പേ ഹെഡ്സ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ്സിനും അഡീഷണൽ സെക്രട്ടറി കൊടുത്തു. അതായത് അവരുടെ തലപ്പൊക്കം ഈക്വലാക്കി. അതുമാത്രമല്ല, അതിലും വളരെ ക്രൂരമായ ഒരു കാര്യം കൂടി ആ പേ കമ്മീഷൻ ചെയ്തു. ഈ പ്രൊഫഷണൽ ഡിപ്പാർട്ട്മെൻറ്റുകളിലെ അഗ്രികൾച്ചറൽ, ആനിമൽ ഹസ്ബൻഡറി, ഗ്രൗണ്ട് വാട്ടർ തുടങ്ങിയ പ്രൊഫഷണൽ ഡിപ്പാർട്ട്മെൻറ്റിലെ ഡിസ്ട്രിക്റ്റ് ഓഫീസറിൻ്റെ സ്കെയില് അത് 15,150 ആയിരുന്നു. അതേ 10,000 സ്കെയിൽ തുടങ്ങുന്നതായിരുന്നു ഡെപ്യൂട്ടി സെക്രട്ടറിയുടെ സ്കെയിൽ ഓഫ് പേയും. പക്ഷേ ആ പേ കമ്മീഷൻ ചെയ്ത് ഡെപ്യൂട്ടി സെക്രട്ടറിയുടെ സ്കെയിൽ ഓഫ് പേ ഉയർത്തി. അത് 20,700 തുടങ്ങുന്ന സ്കെയിലും ജില്ലാ ഓഫീസർമാരുടെ സ്കെയില് 16,650 തുടങ്ങുന്ന സ്കെയിലുമാക്കി മാറ്റി. അതായത് ഡെപ്യൂട്ടി സെക്രട്ടറിയെ ഈ അഗ്രികൾച്ചറിൻ്റെ ജോയിൻറ്റ് ഡയറക്ടറിൻ്റെ ഒക്കെ വളരെ മുകളിൽ പ്രതിഷ്ഠിച്ചു സ്കെയിൽ ഓഫ് പേയിൽ. എത്രയോ ക്രൂരമായ ഒരു ഏർപ്പാടാണെന്ന് പേ കമ്മീഷൻ ചെയ്തത്. കാരണം അഗ്രികൾച്ചറിൻ്റെ ജോയിൻറ്റ് ഡയറക്ടർ എന്ന് പറഞ്ഞാൽ അങ്ങയുടെ കീഴിൽ ഒരു അഗ്രികൾച്ചറിൻ്റെ ജോയിൻറ്റ് ഡയറക്ടർ ആണ് ജില്ലാ ഓഫീസർ. ആ ജില്ലാ ഓഫീസറിൻ്റെ കീഴിൽ, ജില്ലാ കൃഷി ഓഫീസറിൻ്റെ കീഴിൽ 100-ലധികം ഗസറ്റഡ് ഓഫീസർമാർ 100 കൃഷിഭവനിലായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അയാൾക്ക് വളരെ കൂടിയ അഡ്മിനിസ്ട്രേറ്റീവ് പവേഴ്സും ഫിനാൻഷ്യൽ പവേഴ്സും ഉണ്ട്. ഈ ഡെപ്യൂട്ടി സെക്രട്ടറിയുടെ കീഴിലൊന്നും ആരും വർക്ക് ചെയ്യുന്നില്ല. കൂടി വന്നാൽ അയാളുടെ കീഴിലുള്ളത് ആകെ 5, 8, 10 സ്റ്റാഫാണ്, അല്ലെങ്കിൽ 20 സ്റ്റാഫാണ്. 2, 3 ഗസറ്റഡ് ഓഫീസേഴ്സ് അയാളുടെ കൂട്ടിലുള്ളൂ. അയാളെ കയറ്റി ഈ ഡെപ്യൂട്ടി ജോയിൻറ്റ് ഡയറക്ടറുടെ മുകളിലായിട്ട് പ്രതിഷ്ഠിച്ചു. അപ്പോൾ ഈ 7ാമത്തെ പേ കമ്മീഷൻ വരെ ഇല്ലാത്ത കൂടുതലായിട്ടുള്ള ഉത്തരവാദിത്തം അല്ലെങ്കിൽ അതിൻ്റെ എക്സ്പെർട്ടൈസ് എന്താണ് 8ാമത്തെ പേ കമ്മീഷൻ ഡെപ്യൂട്ടി സെക്രട്ടറി കണ്ടത്? അല്ലെങ്കിൽ ഈ അഡീഷണൽ സെക്രട്ടറിക്ക് ഈ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ് ഈക്വലൈസ് ചെയ്ത് കൊടുക്കാൻ എന്ത് കൂടുതൽ റെസ്പോൺസിബിലിറ്റിയാണ് ഈ 2005 മുതൽ പേ കമ്മീഷൻ ഈ അഡീഷണൽ സെക്രട്ടറിയിൽ കണ്ടത്? അയാളുടെ ജോലിയുടെ റെസ്പോൺസിബിലിറ്റി, അയാളുടെ പവേഴ്സ് ഒന്നും കൂടിയിട്ടില്ല. 2005 മുമ്പുള്ളതിൽ കൂടുതലായിട്ടൊരു പവേഴ്സും വന്നിട്ടില്ല. എന്നിട്ടും ഈ പേകളെ ഈക്വലൈസ് ചെയ്ത് കൊടുത്തു. പക്ഷേ ഇത് പേ കമ്മീഷനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഈ പേ കമ്മീഷൻ എന്ന് പറയുന്നത് മിക്കവാറും ഹൈക്കോടതിയിൽ നിന്ന് റിട്ടയർ ചെയ്ത ഒരു ജസ്റ്റിസ് ആയിരിക്കും ഈ പേ കമ്മീഷൻ്റെ ചെയർമാൻ. കൂടെയുള്ള 2 മെമ്പേഴ്സ് എന്ന് പറയുന്നത് മിക്കവാറും പൊളിറ്റിക്കൽ മെമ്പേഴ്സ് ആയിരിക്കും. NGO യൂണിയനിലൊക്കെ നിന്ന് റിട്ടയർ ചെയ്തവരും പിന്നെ അഡ്വക്കേറ്റ് ആയവരും ഒക്കെ ആയിട്ടുള്ള പലരും പേ കമ്മീഷനിൽ വന്നിട്ടുണ്ട്. ഈ പേ കമ്മീഷൻ ചെയർമാനായിട്ട് വരുന്ന ജസ്റ്റിസ്
അങ്ങേര് കോടതിയിലിരുന്ന് കേസുകൾ കേട്ട് വക്കീലന്മാരെ കണ്ടിട്ടേ ഉള്ളൂ. അങ്ങേര് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുകളുമായിട്ട് കൂടുതൽ ബന്ധമില്ല, സെക്രട്ടേറിയറ്റുമായിട്ട് കൂടുതൽ ബന്ധമില്ല. അവിടുത്തെ തസ്തികകൾ എന്തൊക്കെ, അതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്തൊക്കെ, അതിൻ്റെ കോംപ്ലക്സിറ്റീസ് എന്തൊക്കെ, ഇതുമായിട്ടൊന്നും ഒരു പരിചയമുള്ള ഒരാളല്ല റിട്ടയേർഡ് ജസ്റ്റിസ്. കൂടെ കിടന്നവന് രാപ്പനി അറിയാവോ എന്ന് പറയുന്ന പോലെ ഈ ജസ്റ്റിസിൻ്റെ കൂടെ കിടന്നിരിക്കുന്നത് വക്കീലന്മാരാണ്. അല്ലാതെ സെക്രട്ടേറിയറ്റ് സ്റ്റാഫോ 10-60 ഡിപ്പാർട്ട്മെൻറ്റുകളിലെ സ്റ്റാഫോ ഒന്നും ഇങ്ങരുടെ കൂടെ കിടന്നിട്ടില്ല. അതുകൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് നേരത്തെ ഈ 63 വയസ്സുള്ള ജസ്റ്റിസിനെ വലിയ പരിചയവും കാണില്ല. അതുകൊണ്ട് അയാളെ ടോട്ടലായിട്ട് മിസ്ലീഡ് ചെയ്യാൻ പറ്റും. ഇയാളെ മിസ്ലീഡ് ചെയ്യുന്ന ആക്ച്വലി ഈ കമ്മീഷൻ്റെ ഓഫീസ് തന്നെയാണ്. ഈ കമ്മീഷൻ ഒരു സെക്രട്ടറി ഉണ്ട്, ഒരു സെക്രട്ടേറിയറ്റ് ഉണ്ട്. കമ്മീഷൻ്റെ സെക്രട്ടറി എന്ന് പറയുന്നത് ഫിനാൻസിലെ ഒരു അഡീഷണൽ സെക്രട്ടറിയാണ്. പിന്നെ ഫിനാൻസിലെ തന്നെ ഡെപ്യൂട്ടി സെക്രട്ടറി, അണ്ടർ സെക്രട്ടറി, സെക്ഷൻ ഓഫീസേഴ്സ്, അവിടുത്തെ അസിസ്റ്റൻ്റ്, ഇപ്പോൾ ഒരു 10-20 പേരുടെ സെക്രട്ടേറിയറ്റ് സ്റ്റാഫിൻ്റെ ഒരു ഓഫീസാണ് ശരിക്കും ഈ ജസ്റ്റിസ് ഈ പേ കമ്മീഷൻ ചെയർമാൻ ഉള്ളത്. പേ കമ്മീഷൻ്റെ സെക്രട്ടറി എന്ന് പറയുന്നത് ഫിനാൻസിലെ അഡീഷണൽ സെക്രട്ടറിയാണ്. അപ്പം ശരിക്കും ഇവരാണ് ഈ പേ കമ്മീഷൻ്റെ റിപ്പോർട്ടിൻ്റെ തിരക്കഥ ശരിക്കും എഴുതുന്നത്. ഈ പ്രസ്ഥാനങ്ങൾ, ഈ ഓർഗനൈസേഷൻസ് ഒന്നുമായിട്ട് ഈ ജസ്റ്റിസിന് കൂടുതൽ ബന്ധമില്ലാത്തതുകൊണ്ട് അവർ കൂടുതൽ ഈ പേ കമ്മീഷൻ്റെ ചെയർമാനെ പല കാര്യങ്ങൾക്കും ഡിപ്പെൻഡ് ചെയ്തിട്ട് വരും. അങ്ങനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ ശരിക്കും കോഴിയെ സൂക്ഷിക്കാൻ വേണ്ടി കുറുക്കനെ ഏൽപ്പിക്കാൻ പോലെയാണ്. അവരുടെ കണ്ണെപ്പോഴും അവരുടെ പേ സ്കെയിലാണ്. ഈ അഡീഷണൽ സെക്രട്ടറിയുടെ കണ്ണെപ്പോഴും സെക്രട്ടേറിയറ്റിലെ ജീവനക്കാരുടെ പേ സ്കെയിൽ ഉയർത്തുന്നതിൽ മാത്രമാണ്. അവരുടെ സ്കെയിൽ ഉയർത്തിയാലേ അയാളുടെ സ്കെയിൽ ഉയർത്തത്തുള്ളൂ. അപ്പോൾ സെക്രട്ടേറിയറ്റുകാരോടാണ് അയാൾക്ക് സ്നേഹം. അതേസമയം ഒരു IAS കാരനാണ് ഈ പേ കമ്മീഷൻ്റെ ചെയർമാൻ ആയിട്ട് വന്നാൽ അയാൾക്ക് സെക്രട്ടേറിയറ്റിലെ ജീവനക്കാരുടെ സ്ട്രക്ചർ അറിയാം, മറ്റ് വകുപ്പുകളിലെ ജീവനക്കാരുടെ സ്ട്രക്ചർ അറിയാം. അപ്പോൾ അതുകൊണ്ട് അയാളാണ് ഈ ഒരു ഗവൺമെൻറ് സെക്രട്ടറിയാണ് ശരിക്കും ഇവരുടെ കൂടെയൊക്കെ കിടക്കുന്നത്. അയാൾക്ക് ഇവരുടെ രാപ്പനി, സെക്രട്ടേറിയറ്റുകാരുടെയും വകുപ്പുകാരുടെയും ഒക്കെ രാപ്പനി ശരിക്കറിയാവും. അപ്പം ഈ ജസ്റ്റിസിൻ്റെ, റിട്ടയർഡ് ജസ്റ്റിസിൻ്റെ ഈ വീക്ക്നെസ് ശരിക്കും മുതലെടുക്കുവാൻ ഈ പേ കമ്മീഷൻ്റെ ഓഫീസിന് കഴിയും. അവർ അദ്ദേഹത്തെ മിസ്ലീഡ് ചെയ്യും. ആ മിസ്ലീഡ് ചെയ്തിട്ട് ഓരോ പേ കമ്മീഷൻ കഴിയുമ്പോഴും സെക്രട്ടേറിയറ്റുകാരുടെ പേ സ്ട്രക്ചർ കൂട്ടി വരും. മറ്റ് പ്രൊഫഷണൽ സ്റ്റാഫിൻ്റെയൊക്കെ പേ സ്കെയിലുകൾ അതനുസരിച്ച് താഴ്ന്നു പോവുകയും ചെയ്യും. അതാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്ന കാര്യം. മിസ്ലീഡ് ചെയ്യുന്ന എല്ലാ പേ കമ്മീഷൻ റിപ്പോർട്ടുകളിലും എഴുതിയിട്ടിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് സെക്രട്ടേറിയറ്റ് സ്റ്റാഫിൻ്റെ ജോലിയുടെ ഗൗരവം കാണിക്കുന്ന 2-3 കാര്യങ്ങളുണ്ട്. വായിക്കാം അത്. 1, എക്സസൈസിങ് അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ ഓവർ ദി സബോർഡിനേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ്. അതായത് ഈ സെക്രട്ടേറിയറ്റ് സ്റ്റാഫാണ് സബോർഡിനേറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകൾ, കൃഷി വകുപ്പ്, ആനിമൽ ഹസ്ബൻഡറി വകുപ്പ്, എല്ലാ വകുപ്പിൻ്റെയും അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ ഇവർ കാണുന്നത്. അത് ശുദ്ധഘോഷാണ്, ശുദ്ധ നുണയാണ്. കൺട്രോൾ ഉള്ളത് ആ കൺസേൺഡ് ഗവൺമെൻറ് സെക്രട്ടറിക്കാണ്. എല്ലാ ഡിസിഷൻസും എടുക്കുന്ന സെക്രട്ടറിയാണ്. അല്ലാതെ ഈ പറയുന്ന സ്പെഷ്യൽ സെക്രട്ടറി തൊട്ട് സെക്ഷൻ ഓഫീസർക്ക് വരെ യാതൊരു അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോളും ഇല്ല. സെക്രട്ടറി എന്തെങ്കിലും റിപ്പോർട്ട് ചോദിച്ചാൽ അത് കത്താക്കി വകുപ്പ് തലവന് കൊടുക്കാം, ആ തലവൻ തിരിച്ചു കൊടുക്കും. അത് അവസാനം പ്രോസസ്സ് ചെയ്യുന്ന ഡിസിഷൻ എടുക്കുന്ന ഗവൺമെൻറ് സെക്രട്ടറിയാണ്. അപ്പം പേ കമ്മീഷനിൽ പറഞ്ഞിരിക്കുന്ന ആ ഫാക്റ്റ് തെറ്റാണ്. സെക്കൻഡായിട്ട് പറയുന്നത് മോണിറ്ററിങ് ദി എക്സിക്യൂഷൻ ഓഫ് ദി സ്കീംസ്. അതായത് ഗവൺമെൻറ്റിൻ്റെ പദ്ധതികളുടെ എല്ലാം എക്സിക്യൂഷൻ നിരീക്ഷിക്കുന്നവരാണ്. അത് നിരീക്ഷിക്കുന്നവരല്ല, അതും ഓരോ വകുപ്പുകളെ അതിൻ്റെ പ്രോഗ്രസ് റിപ്പോർട്ടുകൾ ഓരോ മാസവും ഗവൺമെൻറ് സെക്രട്ടറിക്കാണ് കൊടുക്കുന്നത്. ഗവൺമെൻറ് സെക്രട്ടറിയാണ് അത് മോണിറ്റർ ചെയ്യുന്നത്. അതിനെ ഗവൺമെൻറ് സെക്രട്ടറി ഇവർ അസിസ്റ്റ് ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഗവൺമെൻറ് സെക്രട്ടറി ആവശ്യമാണ് റിവ്യൂ മീറ്റിങ്ങുകൾ നടത്തും. ആ റിവ്യൂ മീറ്റിങ്ങുകളൊക്കെ നടത്തുന്ന ഇവരാണ്, ഗവൺമെൻറ് സെക്രട്ടറിയാണ്. അല്ലാതെ അഡീഷണൽ സെക്രട്ടറിയോ സ്പെഷ്യൽ സെക്രട്ടറിയോ ഒന്നുമല്ല. അങ്ങനെയുള്ള ഒരു അധികാരങ്ങളും ഇല്ല. 3ാമത് ഒരു ബ്ലണ്ടർ അതിൽ പറഞ്ഞിരിക്കുന്നത് അഡ്ജുഡിക്കേഷൻ ഓഫ് കേസസ് ഇൻ ഹൈക്കോർട്ട്സ്. ഡിപ്പാർട്ട്മെൻറ്റുകളുമായിട്ടുള്ള
ഡിപ്പാർട്ട്മെൻറ്റിലെ സ്റ്റാഫിൻ്റെ അല്ലെങ്കിൽ മറ്റ് കോടതി കേസുകളെല്ലാം അഡ്ജുഡിക്കേഷൻ ഇവരാണ് നടത്തുന്നത്. അതും ശരിക്കും ഒരു ബ്ലണ്ടറാണ് പേ കമ്മീഷൻ എഴുതി വെച്ചിരിക്കുന്നത്. ഒരു ഡിപ്പാർട്ട്മെൻറ്റിലെ പല പല കേസുകൾ കാണും, സ്റ്റാഫിൻ്റെ കേസുകൾ കാണും, അല്ലാത്ത കേസുകൾ കാണും. ഈ കേസുകളുടെയൊക്കെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫാക്ട്സ് ഉണ്ടാക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയാണ്. അത് കൺസേൺഡ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അയച്ച് അവരല്ലത് ചെയ്യുന്നത്. അവരവിടുന്ന് വെറ്റ് ചെയ്യാൻ വേണ്ടി ലോ ഡിപ്പാർട്ട്മെൻറ്റിൽ അയച്ചിട്ട് ലോ ഡിപ്പാർട്ട്മെൻറ്റാണ് അത് വെറ്റ് ചെയ്യുന്നത്. അല്ലാതെ കൺസേൺ ജനറൽ അഡ്മിനിസ്ട്രേഷന് ഒരു ഡിപ്പാർട്ട്മെൻറ്റിനും ഈ അഡ്ജുഡിക്കേഷൻ ഓഫ് കേസസിൽ ഈ ലൈൻ ഡിപ്പാർട്ട്മെൻറ്റിനെക്കാട്ടിൽ വലിയ റോളില്ല. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ പറഞ്ഞ് പേ കമ്മീഷനെ മിസ്ലീഡ് ചെയ്യും. പേ കമ്മീഷനെ മിസ്ലീഡ് ചെയ്തിട്ട് ഇവർക്ക് ഹയർ സ്കെയിൽ ഓഫ് പേകളെ അവർക്ക് കൊടുക്കും. അപ്പോൾ അങ്ങനെയാണ് ഈ 8ാമത്തെ പേ കമ്മീഷനിലെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെ ശമ്പളത്തിന് ഈക്വലായിട്ട് അഡീഷണൽ സെക്രട്ടറിമാരുടെ ശമ്പളം വന്ന്, അതായത് 25,400 തുടങ്ങുന്ന ശമ്പള സ്കെയിലുകൾ ഈ രണ്ട് കൂട്ടർക്കും ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ് ടെക്നിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ്സിനും അഡീഷണൽ സെക്രട്ടറിക്കും കൊടുത്തു. അതുപോലെ ഈ ജില്ലാ ഓഫീസർമാരെ ഡെപ്യൂട്ടി സെക്രട്ടറിയുടെ വളരെ താഴെയാക്കിയുള്ള സ്കെയിൽ കൊടുത്തു. ഇതിലൊക്കെ വലിയ ബ്ലണ്ടർ കാണിച്ച അടുത്ത പേ കമ്മീഷനാണ് 9th പേ കമ്മീഷൻ. ജസ്റ്റിസ് രാജേന്ദ്ര ബാബു ചെയർമാനായിട്ടുള്ള പേ കമ്മീഷനാണ് ഏറ്റവും കൂടുതൽ പോക്കണം കേടുകൾ കാണിച്ചിട്ടുള്ള പേ കമ്മീഷൻ. അപ്പം ആ പേ കമ്മീഷൻ്റെ അടുത്ത് സെക്രട്ടറി സ്റ്റാഫ് ഒരു നിവേദനം കൊടുത്തു. അവിടെ അഡീഷണൽ സെക്രട്ടറിമാർക്ക് സ്റ്റാഗ്നേഷനാണ്. കാരണം അവിടെ സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് വഴി ഷെഡ്യൂൾഡ് കാസ്റ്റിനെ ഷെഡ്യൂൾഡ് ട്രൈബിനെ നിയമിച്ചുകൊണ്ട് അവരെല്ലാം അഡീഷണൽ സെക്രട്ടറി ആയിട്ട് കൂടുതൽ പ്രൊമോഷനായിട്ടിരിക്കുന്നു. അതുകൊണ്ട് മറ്റുള്ളവർക്ക് അഡീഷണൽ സെക്രട്ടറി ആകാൻ പറ്റില്ല. അതുകൊണ്ട് അവർക്ക് അതിന് മുകളിൽ പോസ്റ്റ് ഉണ്ടാക്കണം, പേഴ്സണലായിട്ടുള്ള ആവശ്യം. അത് കഴിഞ്ഞ 8ാം പേ കമ്മീഷനിൽ തന്നെ ഈ ആവശ്യം അവർ സബ്മിറ്റ് ചെയ്തതാണ്. പക്ഷേ 8ാം പേ കമ്മീഷൻ നിരാകരിച്ചു. അപ്പോൾ 9th പേ കമ്മീഷൻ്റെ അടുത്ത് ഇവരിത് പറഞ്ഞു. എന്നിട്ട് അവർ പറഞ്ഞു ലോ ഡിപ്പാർട്ട്മെൻറ്റിൽ മാത്രം ഒരു അഡീഷണൽ സെക്രട്ടറിയുടെ മുകളിലൊരു സ്പെഷ്യൽ സെക്രട്ടറി ഉണ്ട്. ആ സ്പെഷ്യൽ സെക്രട്ടറിക്ക് ഇക്വലൻ്റ് ആയിട്ടുള്ള സ്കെയിൽ ഓഫ് പേ ആയിട്ട് ഞങ്ങൾക്ക് അഡീഷണൽ സെക്രട്ടറിമാരെ തരണം. ആ ജസ്റ്റിസ് രാജേന്ദ്ര ബാബുവിൻ്റെ അധ്യക്ഷതയിലുള്ള കമ്മീഷൻ അത് കണ്ണടച്ച് അംഗീകരിച്ചു കൊടുത്തു. ലോ സെക്രട്ടേറിയറ്റിലെ സ്പെഷ്യൽ സെക്രട്ടറിക്ക് ഇക്വലൻ്റ് ആയിട്ടുള്ള 6 പോസ്റ്റുകളെ ക്രിയേറ്റ് ചെയ്യാൻ ശുപാർശ ചെയ്തു. അതാണ് ഒരു പേ കമ്മീഷൻ ചെയ്യാവുന്ന ഏറ്റവും വലിയ ബ്ലണ്ടർ. അതായിരുന്നു കാരണം ലോ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് പ്യൂർലി പ്രൊഫഷണൽ ഡിപ്പാർട്ട്മെൻറ്റാണ്. മറ്റെല്ലാ GIDയുടെ കീഴിലുള്ള ഡിപ്പാർട്ട്മെൻറ്റിലും വെറും ഡിഗ്രിക്കാരെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റായിട്ട് എടുക്കുമ്പോൾ അവിടെ LLB ഉള്ളവരെയാണ് ലീഗൽ അസിസ്റ്റൻ്റായിട്ടാണ് എടുക്കുന്നത്. അത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൽ ഉയർന്ന സ്കെയിലിലാണ് ലീഗൽ അസിസ്റ്റൻറ്റിനെ എടുക്കുന്നത്. എന്തുകൊണ്ട്? അവിടെ ഹൈലി പ്രൊഫഷണലൈസ്ഡ് ഹൈക്കോടതിയിലുള്ള കേസുകളുമായിട്ട് ബന്ധപ്പെട്ടുള്ള നിയമ പ്രശ്നങ്ങൾ, ലെജിസ്ലേഷനുമായിട്ട് ബന്ധപ്പെട്ട നിയമപ്രശ്നങ്ങൾ ഇതെല്ലാം ചെയ്യേണ്ടി ലോ ഡിപ്പാർട്ട്മെൻറ്റിലാണ്. ഈ 19 വകുപ്പുകളുടെ കേസുകൾ, അവിടുത്തെ സ്റ്റാഫിൻ്റെ കേസുകൾ, അല്ലാത്തുള്ള ടെക്നിക്കൽ കേസുകൾ, എല്ലാ കേസുകളും കൈകാര്യം ചെയ്യുന്നത് അതിന് LLB വേണം. അതുകൊണ്ട് LLBക്കാരെയാണ് ലോ ഡിപ്പാർട്ട്മെൻറ്റിൽ ലീഗൽ അസിസ്റ്റൻ്റായിട്ട് എടുക്കുന്നത്. അവർക്ക് ഹയർ സ്കെയിൽ ഓഫ് പേയും കൊടുക്കുന്നുണ്ട്. ഏതാണ്ട് ഗസറ്റഡ് ഓഫീസറിൻ്റെ അടുത്ത സ്കെയിൽ ഓഫ് പേ അവർക്ക് കൊടുക്കുന്നുണ്ട്. ആ സ്കെയിൽ ഓഫ് പേ അതുകൊണ്ട് തന്നെയാണ് അവർക്ക് സ്പെഷ്യൽ സെക്രട്ടറി എന്ന് പറയുന്ന ഉയർന്ന തസ്തിക കൊടുത്തിരിക്കുന്നത്. ആ തസ്തികയ്ക്ക് സ്പെഷ്യൽ സെക്രട്ടറി തസ്തികയ്ക്ക് വെറും ഡിഗ്രി ആയിട്ട് കയറുന്ന ഇത്രയും പ്രൊഫഷണലൈസ്ഡ് വർക്ക് ചെയ്യാത്ത GIDയിലെ ക്ലാർക്കുമാരും മൂത്ത ഓഫീസേഴ്സിന് എന്ത് അവകാശമെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. പക്ഷേ അന്നത്തെ പേ കമ്മീഷനെ, രാജേന്ദ്രബാബു കമ്മീഷനെ ഇതൊന്നും മനസ്സിലാക്കാത്തതുകൊണ്ട് ആ ലോയിലെ സ്പെഷ്യൽ സെക്രട്ടറിക്ക് ഇക്വലൻ്റ് ആയിട്ടുള്ള 6 സ്പെഷ്യൽ സെക്രട്ടറി പോസ്റ്റുകളെ അനുവദിച്ചു. അത് അനുവദിച്ച എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലാണ്. GID, ഹോം, എഡ്യൂക്കേഷൻ, ഹെൽത്ത്, PWD, ഫിനാൻസിൽ അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് താഴെ 2 IASകാർ സെക്രട്ടറി ഉണ്ട്. എന്നിട്ടും അവിടെ ഒരു ഫിനാൻസിൽ സ്പെഷ്യൽ സെക്രട്ടറിയുടെ പോസ്റ്റ് അനുഭവിച്ചു. PWD, ഹെൽത്തും ഒക്കെ ഇവർക്ക് ഈ ജനറൽ
കാറ്റഗറിക്ക് ഒരു ജോലിയും ഇല്ലാത്ത ഡിപ്പാർട്ട്മെൻറ്റ്, അതെല്ലാം പ്യൂർലി ടെക്നിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ്. ഹെൽത്തിൽ അഡീഷണൽ സെക്രട്ടറി ഇരുന്ന തന്നെ, സ്പെഷ്യൽ സെക്രട്ടറി ഇരുന്ന തന്നെ അവർക്കൊന്നും ഈ ഹെൽത്തിലെ കാര്യങ്ങൾ മാനേജ് ചെയ്യാനും ആ ടെക്നിക്കൽ വിഷയങ്ങളൊന്നും അറിയാൻ മേലാത്തവരാണ്. PWDയിലും അതുപോലെ തന്നെ. അത് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റാണ്. അപ്പോൾ അങ്ങനെ ഈ 6 ഡിപ്പാർട്ട്മെൻറ്റുകൾ സ്പെഷ്യൽ സെക്രട്ടറി പോസ്റ്റ് ആ പേ കമ്മീഷൻ അനുവദിച്ചു. പിന്നെ ഇവർ ഈ തുറക്കാൻ മിടുക്കരാണ്. അത് കഴിഞ്ഞ് 10 വർഷം കൊണ്ട് അവർ തുറന്ന് ഈ 6 പോസ്റ്റ് എന്ന് പറഞ്ഞ് ഇപ്പോൾ 12-15 പോസ്റ്റ് ആയിട്ടുണ്ട്, സ്പെഷ്യൽ സെക്രട്ടറി പോസ്റ്റുകൾ. അപ്പം വെറും സ്റ്റാഗ്നേഷൻ അവർക്ക് ഒഴിവാക്കാൻ വേണ്ടി ഒരു ഹയർ സ്കെയിൽ പോസ്റ്റ് കൊടുത്തതാണ് ഈ പേ സ്ട്രക്ചറിലുള്ള ഇംബാലൻസിന് മെയിനായിട്ടുള്ള കാരണം. അപ്പം അങ്ങനെ അഡീഷണൽ സെക്രട്ടറിയുടെ മുകളിൽ 6 സ്പെഷ്യൽ സെക്രട്ടറിയായി, 6 പിന്നെ 12 ഇപ്പം 15 എൻ്റെ ഒരു അറിവ്. ഇത് കൂടാതെ അതിൽ വേറെ വലിയൊരു അത്ഭുതം കൂടെ നടന്നു. ഏതായാലും അഡീഷണൽ സെക്രട്ടറിക്കും ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ്സിനും ഈ ടെക്നിക്കൽ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ്സിലും പഴയ പേ കമ്മീഷൻ പറഞ്ഞിരുന്ന ഒരേ സ്കെയിൽ ഓഫ് പേ തന്നെയാണ് ഇവർ ഗവൺമെൻറ്റിനോട് റെക്കമെൻഡ് ചെയ്യുന്നത്. അതായത് 25,400, 33,100 എന്ന സ്കെയിൽ ഓഫ് പേയ്ക്ക് പകരം 44,640, 53,640 എന്ന സ്കെയിൽ ഓഫ് പേ ആണ് ഈ രാജേന്ദ്രബാബു കമ്മീഷൻ അഡീഷണൽ സെക്രട്ടറിക്കും ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ്സിനും റെക്കമെൻഡ് ചെയ്ത്. പക്ഷെ വളരെ ദുരൂഹമായിട്ട് പേ കമ്മീഷൻ്റെ ഓർഡർ ഇറങ്ങിയപ്പോൾ അഡീഷണൽ സെക്രട്ടറിക്ക് 46,640 തുടങ്ങുന്ന സ്കെയിലും ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ്സിന് 44,600 തുടങ്ങുന്ന സ്കെയിലുമായിട്ട് 2 സ്കെയിലുകളായിട്ട് അതെങ്ങനെ നടന്നു എന്നും ആർക്കറിയില്ല. പേ കമ്മീഷൻ റെക്കമെൻഡ് ചെയ്തതിലും ഉയർന്ന ഒരു പേ സ്കെയിൽ ഗവൺമെൻറ് കൊടുക്കുന്നതെന്ന് പറയുന്ന അങ്ങനെ ഒരു കാര്യമായി നടന്നിട്ടില്ല. ഈ അഡീഷണൽ സെക്രട്ടറിയുടെ കാര്യത്തിലാണ് ഇത് നടന്നത്. അപ്പം ഇങ്ങനെ ദുരൂഹമായിട്ട് ഈ പേ കമ്മീഷനെ മിസ്ലീഡ് ചെയ്തുകൊണ്ട് ഈ പേ കമ്മീഷൻ്റെ ഓഫീസ്, അതായത് സെക്രട്ടേറിയറ്റ് സ്റ്റാഫ് ഇരിക്കുന്ന ഓഫീസ്, അവർക്ക് ഉയർന്ന ശമ്പള സ്കെയിലുകളെ, ഓരോ പേ കമ്മീഷനും ഉയർന്ന ശമ്പള സ്കെയിലുകളെ അവർക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യിക്കും. അപ്പം നേരത്തെ ഇരുന്ന ജില്ലാ ഓഫീസറായ അഗ്രികൾച്ചർ ജോയിൻറ്റ് ഡയറക്ടർ, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, ഗ്രൗണ്ട് വാട്ടറിലെ ജില്ലാ ഓഫീസർ എന്നിവരുടെ സ്കെയില് ഇപ്പോഴേ 85,000 നിൽക്കുമ്പോൾ ഡെപ്യൂട്ടി സെക്രട്ടറിയുടെ സ്കെയില് 1,07,800 തുടങ്ങും. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, നേരത്തെ 15 വർഷം മുമ്പ് ഈക്വലായിട്ട് നിന്ന സ്കെയിലുകൾ ഇപ്പോൾ അത് ഡെപ്യൂട്ടി സെക്രട്ടറിക്ക് 1,07,800 തുടങ്ങുമ്പോൾ ജില്ലാ ഓഫീസർ, ടെക്നിക്കൽ ഡിപ്പാർട്ട്മെൻറ്റുകളിലെ ജില്ലാ ഓഫീസറിൻ്റെ സ്കെയിൽ ഓഫ് പേ ഒന്നുകിൽ 85,000 തുടങ്ങും, അല്ലെങ്കിൽ 95,000 തുടങ്ങും. എത്ര വലിയ പതനമാണ് അഗ്രികൾച്ചർ, ആനിമൽ ഹസ്ബൻഡറി, ഗ്രൗണ്ട് വാട്ടർ തുടങ്ങിയ ഡിപ്പാർട്ട്മെൻറ്റുകളിലെ ജില്ലാ ഓഫീസർമാർക്ക് സംഭവിച്ചത്. ഇതൊക്കെ പേ കമ്മീഷൻ്റെ പോക്കണങ്കേടല്ലേ. അവർക്ക് അറിയാൻ പറ്റാത്തതുകൊണ്ട് അവരെ മിസ്ലീഡ് ചെയ്ത് സെക്രട്ടേറിയറ്റിൻ്റെ ഈ ഓഫീസ്, ഫിനാൻസ് പേ കമ്മീഷൻ്റെ ഓഫീസ് എഴുതുന്ന തിരക്കഥയിൽ അവർ ഒപ്പിട്ട് കൊടുക്കുന്നതുകൊണ്ട് വരുന്ന വലിയ പ്രശ്നങ്ങളാണ് ഇതൊക്കെ. ഇനിയും ഇതിന് വലിയ ഫിനാൻഷ്യൽ ഇംപ്ലിക്കേഷൻസ് ഉണ്ട്. അതിനെപ്പറ്റി നമുക്ക് അടുത്ത എപ്പിസോഡിൽ ചർച്ച ചെയ്യാം.